ഇരിക്കെ. ആ പറയൂ രമേശ്. സർ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതച്ഛൻ നഷ്ടപ്പെടുത്തിയോ? എന്തുണ്ടെങ്കിലും എന്നോട് പറയും സാർ, ഞാൻ ആരോടൊന്നും പറയില്ല. സാറിന് അറിയുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. 5 കോടി. 5 കോടിയോ? 5 കോടി. ഒന്ന് എളുപ്പം കെട്ടിത്തീർക്കാൻ പാടില്ലേ? ഹലോ. ആ രാഘവൻ, ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ആ ഇപ്പൊ തന്നെ. സാറിന്റെ വീട്ടിലേക്കാണോ? ഒരു അരമണിക്കൂറിൽ വന്നാ പോരെ? സാർ, എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പറയൂ സാർ. ഈ ബാഗ് കുറച്ച് ദിവസം ഭദ്രമായി സൂക്ഷിക്കണം. ശരി സാർ. ഈ ബാഗില് 5 CR ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. സാർ, 5 കോടി രൂപയോ? ഇത്രയധികം പണം എൻ്റെ അടുത്ത്. മനസ്സിലായി, നിങ്ങൾ സത്യസന്ധനാ. പക്ഷെ എനിക്കതുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നാളെ ഇവിടെ CBI റെയ്ഡ് നടക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ടല്ല സാർ. പ്ലീസ് രാഘവൻ സാർ, ഈ സഹായം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. എൻ്റെ അഭിമാനം നശിച്ചു പോകും. എൻ്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്ലീസ് രാഘവ. ശരി സാർ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാ ആ പണം എവിടെ? സാർ, അത് പിന്നെ. എന്താ രാഘവ? പണം പണം എവിടെ വെച്ചെന്ന് അറിയില്ല സാർ. എന്താ? എവിടെ വെച്ചെന്നറിയില്ലെന്നോ? അല്ല സാർ, അതല്ല സാർ. എവിടെയാ വെച്ചെന്ന് മറന്നുപോയി സാർ. രാഘവ സാർ, ചിലപ്പം മുട്ടുസൂചിയും പേനയും പെൻസിലും ഒക്കെ മറക്കുന്നത് സാധാരണയാ. 5 കോടി രൂപ ഒറ്റയടിക്ക് മറക്കാന്ന് വെച്ചാ. സാർ, അത് എനിക്കത് ഓർമ്മയില്ല സാർ. എനിക്കും അതെ. ഞാൻ നിന്റെ അടുത്ത് തന്നത് ബ്ലാക്ക് മണിയാ. അത് ഞാൻ നിന്റെ അടുത്ത് തന്നതിനും സാക്ഷിയില്ല. അത് നീ മറവി കാരണം നഷ്ടപ്പെടുത്തിയതിനും സാക്ഷിയില്ല. അങ്ങനെയല്ലേ? അയ്യോ സാർ, ആ പണം എനിക്ക് വേണ്ട സാർ. അതെവിടെയാ വെച്ചെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾ പൊയ്ക്കോ. സാർ, പൊയ്ക്കോളൂ. സൂക്ഷിക്കണം രാഘവൻ. അധിക പണം എപ്പോഴും ആപത്താ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റ് എടുക്ക്, റിലാക്സ് ചെയ്യ്. എന്നാ നാളെ വരുമ്പോ ആ പണം കൊണ്ടുവന്നിരിക്കണം. വിശ്വസിക്കാൻ പറ്റുമോ? സാർ, എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. അതുകൊണ്ടല്ലേ അങ്ങേരെ ഏൽപ്പിച്ചേ. എന്റെ പണം എവിടെ പോയി?